ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം ഇപ്പോൾ 6:15. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രാവിലത്തെ ഒരു ടൈമിങ് കാണിച്ചിട്ട് ഞാൻ ഇത്രയും നേരമായിട്ട് ഒരു വീഡിയോ എടുത്തിട്ടില്ല. അതൊരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളിന്റെ പ്രോബ്ലം കേട്ടോ. അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കാൻ തീരുമാനിച്ചത്. ആഗ്രഹമാണ്, പക്ഷെ എടുക്കാൻ നടക്കാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, അപ്പൊ എല്ലാ പ്രാർത്ഥനകളോടും കൂടി ഞങ്ങൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഒരു ഹാഫ് ഡേ ഇൻ ആർ ലൈഫ് എടുക്കാൻ പോവാണ്. ഇപ്പൊ സമയം ഒരു 12 മണി കഴിഞ്ഞു, 12:05. അപ്പം അതൊക്കെ ഞങ്ങള് ഇന്ന് രാവിലെ ഇച്ചിരി ബിസി ആയിരുന്നു. ഞങ്ങൾക്ക് ഹെൽത്ത് സെന്ററിലൊക്കെ പോകണമായിരുന്നു. നമ്മുടെ നോർമൽ റുട്ടീൻ ചെക്കപ്പ്. ഞങ്ങൾ ഈ പ്രാവശ്യം നാട്ടിലൊന്നും പോകാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് വെക്കേഷൻ ആണ്, പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾക്ക് നമ്മൾ നാട്ടിൽ പോയിട്ടാണല്ലോ സാധാരണ ഇങ്ങനെ ചെക്കപ്പ് ഒന്ന് പാക്കേജ് ആയിട്ട് എടുത്ത് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഒന്നും പറ്റിയില്ല. അപ്പൊ ഞങ്ങള് PHCസിൽ പോയിട്ട് അതിന് വെച്ച് വേണ്ട ചെക്കപ്പ് ഒക്കെ ചെയ്തു. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് തിരിച്ചു വന്നു, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. 12:05. ഇനിയിപ്പോൾ കുറച്ച് സമയമുള്ളൂ. നമുക്ക് ഇനിയും ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഞാൻ ഇവിടെ വെക്കുന്നത് സാധാരണ. അപ്പം ഒരു വിസിലടിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഊറ്റാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വിചാരിച്ചു നമുക്കെന്നാ തേങ്ങാ ചമ്മന്തിയും ക്യാരറ്റും പാവയ്ക്കും ഇരിപ്പുണ്ട്. അപ്പൊ അതൊരു തോരനും വെക്കാം, ഇനിയും വറക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടും ഉള്ള വീഡിയോസും കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഡേ ഇൻ മൈ ലൈഫിൽ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ തോരനൊക്കെ വെച്ച് കഴിഞ്ഞു, ചമ്മന്തി റെഡിയായി. അപ്പൊ മീൻ വറുത്തോണ്ടിരിക്കുകയാണ്. മീൻ വറുത്ത് കഴിഞ്ഞാൽ ചോറും എല്ലാം റെഡിയായി, അതാണ് പിന്നെ കഴിക്കാൻ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ അടുക്കളയിലെ ബഹളമൊക്കെ കഴിഞ്ഞു. പിന്നെ എടുത്ത പാത്രവും എല്ലാം കഴുകി വെച്ചു. അപ്പൊ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ തീർത്താല് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ, അടുക്കളയിലെ കാര്യങ്ങൾ തീരും. അല്ലെങ്കിൽ നമ്മളെല്ലാം ഇങ്ങനെ കൊണ്ട് വാഷ് ബേസിനിൽ കൊണ്ടിട്ടാല് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ മടുത്തു പോകും ആ ഒരു കാഴ്ച കാണുമ്പോൾ. അപ്പൊ എല്ലാം കഴുകി വെച്ചാലേ ഏറ്റവും നല്ല കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ തീർത്തിട്ട് അടുക്കളയിൽ ഇറങ്ങാം. നമുക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്ന അത്ര ഇഷ്ടമല്ലല്ലോ അല്ലേ? നമുക്ക് പോയിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ തീർത്തിട്ട് നമുക്ക് അടുക്കളയിൽ പോകാം. അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് ലഞ്ചിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി. ഇനി ലഞ്ച് കഴിക്കുന്നത്. ഓക്കെ, എത്ര പേർക്ക് അയറൻ കുടിക്കുന്ന ഇഷ്ടമാണ് ഈ ചൂടത്ത്? നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചൂടത്ത് ഏക ഒരു ആശ്വാസമാണ് ഇത് കുടിക്കുക എന്നുള്ളത്. ഇത് ഫ്ലേവേർഡ് ഒന്നുമല്ല, നോർമലായിട്ടുള്ള അയറിനാണ് കേട്ടോ. കിട്ടുവാണെങ്കിൽ കഴിച്ചു. നല്ല ടേസ്റ്റ് ആണ്. ഈ ചൂടത്ത് നമുക്ക് നല്ല ആശ്വാസം കിട്ടും.
അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ചായ ഇടാം. ഓക്കെ, ചായ ഇടാൻ വേണ്ടി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും പാലൊക്കെ എടുത്ത് നമുക്ക് റെഡിയാക്കാം. ശരി, ഞങ്ങൾ ഇന്നിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. Okay, let's go.